നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാഗാലാൻഡിൽ ഭൂചലനം. ഇന്ന് നാഗാലാൻഡിലെ ചുമൗകെദിമയിൽ റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിന് പ്രകാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:22 ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അക്ഷാംശം 25.73 നോർത്ത്, രേഖാംശം 93.95 ഈസ്റ്റ് എന്നിവയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. അതേസമയം ഈയിടയ്ക്കാണ് പസഫിക് ദ്വീപ് രാജ്യമായ വാനുവാറ്റുവിൽ ഭൂചലനമുണ്ടായത്. 14 പേരാണ് ഈ ഭൂചലനത്തിൽ മരിച്ചത്. 200 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ പോർട്ട് വില്ലയിലായിരുന്നു റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഫ്രഞ്ച്, US എംബസികളടക്കം നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. പലയിടത്തും വൈദ്യുതി, ഇന്റർനെറ്റ് സേവനം അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. 2,80,000-ലേറെ പേർ താമസിക്കുന്ന വാനുവാറ്റു വടക്കൻ ഓസ്ട്രേലിയയ്ക്ക് കിഴക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ്. ഭൂകമ്പ അഗ്നിപർവ്വത സ്ഫോടന സാധ്യതാ മേഖലയായ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമാണ് വാനുവാറ്റു. അതേസമയം ഈ ഇടയ്ക്ക് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത്. ബദഷ്കാൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഇന്ത്യൻ സമയം രാവിലെ 9:58 ഭൂചലനം ഉണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ കണക്ക് അനുസരിച്ച് 150 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. മാത്രമല്ല, ബദഷ്കാൻ മേഖലയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിൻ്റെ പിറ്റേന്നാണ് വീണ്ടും മറ്റൊരു ഭൂചലനം ഉണ്ടായത്. അതായത് റിക്ടർ സ്കെയിലിൽ 4.4, 3.9 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ മാസം 10-ലധികം ഭൂചലനങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായതെന്നും നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ രാജ്യത്തെ നിരവധി പ്രവിശ്യകളെയും പൗരന്മാരെയും വലിയ രീതിയിലാണ് ബാധിച്ചത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസിന്റെയും റെഡ് ക്രസന്റിന്റെയും റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ ദുർബലമായ രാജ്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 2023 ഒക്ടോബറിൽ ഹെറാത്തിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉൾപ്പെടെ 400ഓളം ഭൂകമ്പങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉണ്ടായി. അതേസമയം ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റൻസ് മിഷൻ ഇൻ അഫ്ഗാനിസ്ഥാനിൽ ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനായി അഫ്ഗാനിസ്ഥാന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.